ദിവ്യമന്നയുടെ ഈ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. നവംബർ 24 ഞായർ, കന്യകമറിയമ്മനോടുള്ള അറിയിപ്പ് ദൈവജനത്തിന് സമർപ്പണത്തിന്റെ മാതൃക എന്ന ചിന്ത സഭ ധ്യാനത്തിനും പഠനത്തിനും വിഷയമാക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ രേഖപ്രകാരം രണ്ടാമത്തെ അറിയിപ്പ്. തിരുപ്പിറവിയുടെ ചരിത്രത്തിൽ ഈ സംഭവം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ലോകത്തിന് പ്രത്യാശയും പുതിയ ദിശാബോധവും പ്രദാനം ചെയ്ത തിരുവവതാരത്തിന്റെ മർമ്മങ്ങളെ വിശദീകരിക്കാൻ മാനുഷിക ചിന്തകൾക്ക് പരിമിതിയുണ്ട്. എന്നാൽ സുവിശേഷ രചയിതാക്കളുടെ വൃത്താന്തം ഈ സത്യത്തിന്റെ പൊരുൾ മനസ്സിലാക്കാൻ സഹായകരമാണ്. വിശുദ്ധ മറിയമിന്റെ ജീവിതവും സാക്ഷ്യവും ചുരുങ്ങിയ വാക്കുകളിൽ സുവിശേഷകർ ആലേഖനം ചെയ്യുമ്പോൾ അത് നൽകുന്ന ചിന്തകളുടെ ആഴം വാക്കുകൾക്കതീതമാണ്. സുവിശേഷം നൽകുന്ന തിരുജനന വൃത്താന്തത്തിൽ കൂടെയാണ് വിശുദ്ധ മറിയമിനെ കൂടുതലായി മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം മറിയമിന്റെ ജീവിതത്തെ മനോഹരമായി ചിത്രീകരിക്കുന്നു. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വർണ്ണഭംഗിയോടെ വിശുദ്ധ ലൂക്കോസ് നൽകുന്ന വിവരണം അത്യന്തം ആകർഷകമാണ്. ലോക ചരിത്രത്തിൽ ആരുമായും തുല്യപ്പെടുത്താനാകാത്ത ഒരു പുണ്യ ജീവിതത്തിന്റെ ഉടമയാണ് വിശുദ്ധ മറിയം. അനുഗ്രഹീത എന്ന അഭിധാനത്തിൽ അറിയപ്പെടുന്ന ഈ ശ്രേഷ്ഠ ജീവിതത്തിന്റെ ചരിത്രം വിശുദ്ധ ലൂക്കോസിന്റെ രേഖപ്രകാരം ആരംഭിക്കുന്നത് മറിയമിനോടുള്ള ദൂതന്റെ അറിയിപ്പോടെയാണ്. പുതിയ നിയമ ചിന്തകളുടെ കവാടം ഇതിൽ കൂടെ തുറക്കപ്പെടുന്നു. അതിനാൽ ആത്മീയ സത്യങ്ങളുടെ ആഴം അന്വേഷകന് കണ്ടെത്താം. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ മനുഷ്യന്റെ സഹകരണം ആവശ്യമാണെന്ന സത്യം വ്യക്തമാക്കപ്പെടുന്ന സംഭവമായി ഇതിനെ മനസ്സിലാക്കാം. ദൂതന്റെ അറിയിപ്പ് കേവലം ദൂതവാക്യം മാത്രമായി കാണാതെ അതിൽ അന്തർലീനമായിരിക്കുന്ന ദിവ്യ സത്യങ്ങൾ ധ്യാനത്തിനും പഠനത്തിനും വിഷയമാക്കണം. വേദഭാഗങ്ങൾ ഇതിന് സഹായകരമാണ്. ഒന്നാം പാഠഭാഗം 1 ശമൂവേൽ 2:1-11 വരെ. തീവ്രമായ അനപത്യ ദുഃഖത്തിൽ മനമുരുകി പ്രാർത്ഥിച്ച ഹന്നായിക്ക് ദൈവം നൽകിയ മറുപടിയായിരുന്നു ശമൂവേൽ ബാലൻ. സർവേശ്വരൻ തന്നോട് കാണിച്ച അളവില്ലാത്ത കരുണയെ ഗീതമായി വേദഭാഗത്ത് അവതരിപ്പിക്കുന്നു. അവൾ കടന്നുപോയ കനൽ വഴികളും ഈ ഗാനത്തിൽ വ്യക്തമായി പ്രതിഫലിക്കുന്നു. അതോടൊപ്പം അനുഭവിച്ച ദൈവകൃപയുടെ സാക്ഷ്യവും ഇവിടെ കേൾക്കാം. അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു എന്ന വാക്കുകൾ എല്ലാ അനുഭവങ്ങളുടെയും സംഗ്രഹമാണ്. ഹന്നായുടെ ഗീതവും മറിയമിന്റെ ഗാനവും അർത്ഥത്തിലും അവതരണത്തിലും വളരെ മനോഹരമാണ്. ഹന്നയും മറിയവും തിളക്കമുള്ള വനിതാരത്നങ്ങളായി ചരിത്രത്തെ മനോഹരമാക്കുന്നു. രണ്ടാം പാഠഭാഗം ഗലാത്യർ 4:1-7 വരെ. തിരുജനനത്തിന്റെ ദൈവശാസ്ത്ര വിശദീകരണമാണ് വേദഭാഗം. കാലസമ്പൂർണതയിൽ എന്ന വാക്കിൽ തിരുവവതാരത്തിന്റെ മർമ്മങ്ങൾ അപ്പോസ്തലൻ സംഗ്രഹിക്കുന്നു. ആകാംക്ഷയോടെ കാത്തിരുന്ന ലോകത്തിന്റെ പ്രതീക്ഷകൾ തിരുജനനത്തിൽ കൂടെ നിവർത്തിക്കപ്പെടുന്നു. ഈ സത്യത്തിന്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനമാണ് കാലസമ്പൂർണത. യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും എന്ന യാഥാർത്ഥ്യവും സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി എന്ന വാക്കുകളിൽ കൂടെ അപ്പോസ്തലൻ പങ്കിടുന്നു. അതോടൊപ്പം യേശു ക്രിസ്തുവിൽ കൂടെ ലഭ്യമാകുന്ന രക്ഷയും പുത്രത്വത്തിന്റെ അവകാശവും വ്യക്തമാക്കിയിരിക്കുന്നു. ലേഖന ഭാഗം റോമർ 12:1-2 വാക്യങ്ങൾ. ശരീരവും മനസ്സും ആത്മാവും ഉൾപ്പെട്ട സമ്പൂർണ്ണ ആളത്വത്തിന്റെ സമർപ്പണമാണ് യഥാർത്ഥ ആരാധന. ഇപ്രകാരം ജീവനുള്ള ആരാധന നമ്മിൽ ഉണ്ടാകണമെന്ന് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധി പരിരക്ഷിക്കുന്ന ജീവിതം ഒരു അനിവാര്യതയാണ്. ഈ ദിവ്യാനുഗ്രഹങ്ങൾ വിശുദ്ധ മറിയമിൽ ദൃശ്യമാണ്. അതിനാലാണ് ലോകരക്ഷകന്റെ മാതാവായി വിശുദ്ധ മറിയം
അതിനുള്ള ആഹ്വാനം വിശുദ്ധ പൗലോസ് വേദഭാഗത്ത് നൽകുന്നു. സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് 1:26 മുതൽ 38 വരെ. ആഗമനകാല ചിന്തകളിൽ ശ്രദ്ധേയമായ ചരിത്രമാണ് വേദഭാഗം. വിശുദ്ധ ലൂക്കോസ് തികഞ്ഞ നാടകീയ ഭംഗിയോട് ഇത് രേഖപ്പെടുത്തുന്നു. അത്യന്തം ആകർഷകവും മനോഹരവുമായ വിവരണം. 2 കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തി ഒരു രംഗം മാത്രമുള്ള നാടകം പോലെ വിശുദ്ധ ലൂക്കോസ് അവതരിപ്പിക്കുന്നു. ഈ സംഭവം എന്നും വായനക്കാരന്റെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കുവാൻ പര്യാപ്തമാണ്. ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന്റെ ഉള്ളറ തുറക്കുന്ന സംഭവമായി ഇതിനെ കാണാം. ദൈവദൂതന്മാരുടെ വാക്കുകൾ തിരുവചനത്തിൽ പല സ്ഥാനങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ മൊഴികളാണ് ഇവിടെ കാണുന്നത്. മറിയമിനോടുള്ള അറിയിപ്പ് ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന് മനോഹരമായ ഒരു ആമുഖമാണ്. അവയുടെ വിശദീകരണങ്ങളാണ് തുടർന്നുള്ള പുതിയ നിയമ ചിന്തകളിൽ കാണുന്നത്. വേദഭാഗത്ത് ദൃശ്യമാകുന്ന 4 ചിന്തകൾ ശ്രദ്ധേയമാണ്. ഒന്നാമതായി, പ്രതീക്ഷയുടെ സന്ദേശം. ദൂതൻ അവളുടെ അടുക്കൽ വന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. അത്യന്തം ശ്രദ്ധേയമായ വാക്കുകൾ. ദൈവകൃപ മറിയമിന് ലഭിച്ചിരിക്കുന്നുവെന്ന് ദൂതൻ പറയുന്നു. മറിയം തികച്ചും സാധാരണക്കാരിയായ ഒരു യുവതി. അസാധാരണമായ അവകാശവാദങ്ങൾ ഒന്നും പറയാനില്ല. കുടുംബ പശ്ചാത്തലം പോലും അജ്ഞാതമാണ്. മാത്രമല്ല, യഹൂദന് അവജ്ഞയായിരുന്ന നസ്രത്തിൽ നിന്നും വന്നവൾ. നസ്രത്തിൽ നിന്നും വല്ല നന്മയും വരുമോ എന്ന് യഹൂദന്മാർ ചോദിച്ചിരുന്നു. ഇപ്രകാരമുള്ള മറിയമിനോടാണ് നിനക്ക് കൃപ ലഭിച്ചു എന്ന് പറയുന്നത്. ഈ വാക്കിന്റെ അർത്ഥം അതിഗഹനമാണ്. മശിഹ തങ്ങളിൽ ഉരുവാകണം എന്ന ചിന്തയോടെ നേർച്ച കാഴ്ചകളും തപനിഷ്ഠയും ഉപവാസവും പ്രാർത്ഥനകളുമായി അനേകം തരുണീമണികൾ രാജകൊട്ടാരങ്ങളിലും പ്രഭുസദനങ്ങളിലും കാത്തിരുന്ന കാലഘട്ടം. പ്രതീക്ഷകളുടെ ഒരു യുഗം എന്ന് പറയാം. മഹാകവി ഇടയാറന്മുള KM വർഗീസ് ക്രിസ്തുദേവ ചരിതത്തിൽ ഇപ്രകാരം പാടുന്നു: എത്രയോ ജൂത സ്ത്രീകൾ കൊതിച്ചി ഭാഗധേയം, എത്രയോ ഹൃദയങ്ങൾ അതിനായി തപം ചെയ്തു. എത്രയോ പൊന്നാണ്യങ്ങൾ കാണിക്കയിട്ടു പുണ്യ ജെറുസലേം പള്ളിക്കുള്ള നേർച്ചപ്പെട്ടിയിലമ്പോ. പൊന്നിനാൽ നേർച്ചയാകും കോഴയാൽ നേടാവതോ ചിന്മയ സ്വരൂപൻ തൻ അമ്മയാകുവാൻ ഭാഗ്യം. ഈ സാഹചര്യത്തിലാണ് ലോക വീക്ഷണത്തിൽ ഒന്നും അഭിമാനിക്കാനില്ലാതിരുന്ന മറിയമിന് കൃപ ലഭിച്ചതായി പറയുന്നത്. കൃപയുടെ യുഗാരംഭം എന്ന് വിശേഷിപ്പിക്കാം. മനുഷ്യനോടുള്ള ദൈവത്തിന്റെ അനുഗ്രഹീതമായ മനോഭാവവും അർഹിക്കാത്തവർക്ക് ലഭിക്കുന്ന നന്മയുമാണ് കൃപ എന്ന വാക്കിൽ അന്തർലീനമായിരിക്കുന്നത്. സകല മനുഷ്യർക്കായും കൃപയുടെ കവാടം തുറന്നിരിക്കുന്നുവെന്ന് ദൂതൻ പറയുന്നു. മനുഷ്യൻ അന്വേഷിച്ചതല്ല, അവനെ തേടി വന്ന അനുഗ്രഹമായിരുന്നു ദൈവകൃപ. മറിയമിനോടുള്ള അറിയിപ്പിൽ ഇത് വെളിവാക്കപ്പെട്ടു. ഒന്നും പ്രശംസിപ്പാനില്ലാത്ത നിസ്സഹായനായ മനുഷ്യന് ലഭിക്കുന്ന അനുഗ്രഹമാണ് കൃപ. അപ്രസക്തരെ മുൻനിരയിൽ എത്തിക്കുന്ന ഒരു സംഭവം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ഏവരും നന്മയുടെ പങ്കാളികളാണെന്ന സത്യവും ഇവിടെ കാണുന്നു. രണ്ടാമതായി, ദൈവ സ്വഭാവം വെളിപ്പെടുത്തുന്ന സന്ദേശം. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ചരിത്രോദയം മുതൽ മനുഷ്യന്റെ അന്വേഷണങ്ങളിൽ പ്രഥമമായിരുന്നു ദൈവം എവിടെ എന്ന ചോദ്യം. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂവിലുമില്ല ഈശ്വരൻ. ഇത് നാം കേട്ടിട്ടുണ്ടല്ലോ. ഈ ചിന്തയെ തിരുത്തി കുറിക്കുന്നതായിരുന്നു ദൂതന്റെ വാക്കുകൾ. ദൈവം നിന്നോട് കൂടെ. യേശുവിന്റെ തിരുവവതാരത്തിന്റെ പ്രഖ്യാപനം ദൈവം മനുഷ്യനോടുകൂടെ എന്നതായിരുന്നു. മനുഷ്യന്റെ ദൈവാന്വേഷണം യേശുവിൽ പൂർത്തീകരിക്കപ്പെടുന്നു. മറിയമിന്റെ പ്രയാസപൂരിതമായ അനുഭവങ്ങളിൽ ദൈവ സാന്നിധ്യം യാഥാർത്ഥ്യമല്ലായിരുന്നെങ്കിൽ അവൾ ചരിത്രത്തിൽ വിസ്മരിക്കപ്പെടുമായിരുന്നു. ജീവിതത്തിന്റെ ദുഃഖസാന്ദ്രമായ വഴികളിൽ ദൈവ സാന്നിധ്യം മറിയമിനെ അചഞ്ചലയാക്കി. സ്വർഗോന്നതകളിൽ വാസം ചെയ്യുന്ന ദൈവമായിട്ടല്ല, മനുഷ്യന്റെ സമസ്ത പ്രശ്നങ്ങളെയും മനസ്സിലാക്കി അവനെ ശക്തീകരിച്ച് കർമ്മനിരതനാക്കി സാന്നിധ്യം പ്രദാനം ചെയ്യുന്ന ദൈവം എന്ന ചിന്തയാണ് ഇവിടെ കാണുന്നത്.
ദൂതന്റെ വാക്കുകൾ ഈ സത്യമാണ് പങ്കിടുന്നത്. കർത്താവ് നിന്നോടുകൂടെ എന്ന ദൂത സന്ദേശത്തിന്റെ അർത്ഥം ഇതാണ്. 3. വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടുന്ന സന്ദേശം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ദൈവദാനമായ പരിശുദ്ധാത്മാവിനെ സകലർക്കും പകരുന്നതിന്റെ വെളിപ്പെടുത്തലാണ് ഇവിടെ കാണുന്നത്. ബലഹീനനായ മനുഷ്യനോടുള്ള ദൈവ കരുതൽ. ഈ വാഗ്ദാനം പെന്തക്കോസ്തിന്റെ മുൻ സൂചനയാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന വാഗ്ദത്തത്തിന്റെ നിവർത്തി പെന്തക്കോസ്തിൽ സംഭവിച്ചു. ജീവിപ്പാനുള്ള ശക്തിയും പ്രചോദനവും നൽകുന്ന ആത്മാവിനെയാണ് ദൈവം നൽകുന്നത്. മറിയമിന്റെ ജീവിതത്തിന്റെ ഓരോ ചലനങ്ങളിലും ഈ അനുഭവം ദൃശ്യമായിരുന്നു. ദൈവ വാഗ്ദാനങ്ങൾ അവിടുന്ന് വിശ്വസ്തനാണെന്ന് മറിയം വിശ്വസിക്കുകയും അനുഭവിച്ചറിയുകയും ചെയ്തു. അത്ഭുതങ്ങളോ അസാധാരണത്വങ്ങളോ മറിയം പ്രകടമാക്കുന്നില്ല. ശാന്തവും സുന്ദരവുമായ ജീവിതം നയിച്ചു. സാഹിത്യകാരനായ KP അപ്പൻ മറിയമിന്റെ ജീവിതത്തെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിന്റെ പേര് മധുരം നിന്റെ ജീവിതം എന്നാണ്. അദ്ദേഹം പറയുന്നു, മറിയമിന്റെ ജീവിതത്തിന് മാധുര്യമുണ്ട്. ഭാവി സ്വയം അറിഞ്ഞതിന്റെ മധുരമായിരുന്നു അത്. ഇതര മതസ്ഥന്റെ സാക്ഷ്യം എത്ര ശ്രേഷ്ഠമാണ്. ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയമാണ് ഈ ദിവ്യ ഭാവത്തിന് മറിയമിനെ യോഗ്യയാക്കിയത്. സകല വിശ്വാസികളിലും ഇപ്രകാരമുള്ള സദ്ഗുണം കാണപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 4. സമർപ്പണത്തിന് ഉദാത്ത മാതൃക. മറിയമിനോടുള്ള ദൂത സന്ദേശത്തിന്റെ മഹത്വം അവളുടെ സമർപ്പണത്തിൽ വ്യക്തമായി കാണാം. ഈ സമർപ്പണത്തിന്റെ ആഴം വാക്കുകൾക്ക് വർണ്ണിക്കാനാവില്ല. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. മറിയമിന്റെ അധരങ്ങളിൽ നിന്നും ഉതിർന്നു വീണ ഈ വചസ്സുകൾ നിർവചനങ്ങൾക്ക് അതീതമാണ്. ഇത്രയും ആഴമുള്ള സമർപ്പണം ചരിത്രത്തിൽ ഒരിടത്തും കാണാനാവില്ല. ആരെയും അത്ഭുതപ്പെടുത്തുന്ന വാക്കുകൾ, എന്നാൽ അതിൽ അന്തർലീനമായിരിക്കുന്ന സാഹസികത നാം മനസ്സിലാക്കണം. മറിയമിന്റെ തീരുമാനം ആരിലും ഭീതി ഉളവാക്കാവുന്നതാണ്. യഹൂദ നിയമത്തിനു മുമ്പിലും വിവാഹം നിശ്ചയ കഴിഞ്ഞതിനാൽ ജോസഫിനോടും എങ്ങനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും, സമൂഹം എന്ത് പറയും തുടങ്ങി ആശങ്ക ഉളവാക്കാവുന്ന നിരവധി സാഹചര്യങ്ങൾ മുന്നിലുണ്ട്. എന്നാൽ ഒരിക്കലും പതറാതെ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം പരിരക്ഷിച്ച് തിളക്കത്തോടെ നിലനിൽക്കുന്ന മറിയമിനെയാണ് നാം കാണുന്നത്. ലോക ചരിത്രത്തിൽ ഇത് വലിയ യാഥാർത്ഥ്യമാണ്. മറിയം ഒരു അത്ഭുത വനിതയാണ്. അറിഞ്ഞ സത്യത്തിനു മുമ്പിൽ അവൾ ധീരതയോടെ നിന്നു. അതിനാൽ മറിയം ചരിത്രത്തിൽ എക്കാലവും ജ്വലിച്ചു നിൽക്കുന്നു. അതുകൊണ്ടാണ് എലിസബത്ത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവിന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി എന്ന് ഉച്ചസ്ഥരം ഘോഷിക്കുന്നത്. മറിയമിന്റെ അതുല്യമായ അർപ്പണം അവളെ ഔന്നത്യത്തിൽ എത്തിച്ചു. അതിനാൽ മറിയം ലോക ചരിത്രത്തെ അഗാധമായി സ്വാധീനിച്ചു. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. മറിയം ആലപിക്കുന്ന ഈ ഗാന പല്ലവി സമർപ്പണത്തിന്റെ വ്യക്തമായ വെളിപ്പെടുത്തലാണ്. മറിയമിനെ പോലെയുള്ള സമർപ്പണം ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. കവിഭാവനയിൽ ഇപ്രകാരമാണ്: ഞാനിതാ കർത്താവിൻ ദാസി, നിൻ ദിവ്യമാം വാണി പോലെന്നിൽ ഭവിച്ചിടട്ടെ. പാരിനെ കോരി തരിപ്പിക്കും അമ്മതൻ, കീരിതു കേട്ടു മാഞ്ഞു ദൂതൻ. നിർവചനാതീത ശാന്തിയൊന്നേരം ഉർവിയിൽ വന്നു നിറഞ്ഞു ചെമ്മേ. ക്രിസ്തുഗാഥ, മാത്യു ഉലകന്തറ. സമർപ്പണത്തിന്റെയും വിനയത്തിന്റെയും പാരമ്യമാണ് മറിയമിൽ കാണുന്നത്. സ്വയപ്രശംസയോ ഉന്നത ഭാവമോ ഒരിക്കലും ഈ ജീവിതത്തിൽ കാണുന്നില്ല. മനുഷ്യന്റെ പ്രശ്നം സത്യം അറിയാത്തതല്ല, അറിഞ്ഞ സത്യത്തിന് മുമ്പിൽ വിധേയമാക്കാത്തതാണ്. മറിയമിന്റെ ജീവിതം ഇതാണ് ഓർമ്മിപ്പിക്കുന്നത്. ലോകം ശ്രവിച്ച ഏറ്റവും വശ്യസുന്ദരമായ മംഗളവാർത്തയോട് മറിയമിന്റെ ക്രിയാത്മകമായ പ്രതികരണമായിരുന്നു അവളുടെ സമർപ്പണം. താൻ ശ്രവിച്ച വാക്കുകൾക്ക് മുമ്പിൽ യാതൊരു വ്യവസ്ഥകളും വെക്കാതെയുള്ള സമർപ്പണം ആരിലും അത്ഭുതം ഉളവാക്കും. ഇതാണ് മറിയമിനെ
ശ്രേഷ്ഠയാക്കിയത്. ഇപ്രകാരം ദൈവേഷ്ടത്തിന് വിധേയരായി ജീവിപ്പാനും പ്രവർത്തിപ്പാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമീൻ.